വെൽക്കം ടു PSC പ്രാക്ടീസ്. അപ്പോൾ ഞാൻ 10th പ്രിലിമിനറിക്ക് ശേഷം LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്ത ടൈം ടേബിളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ടേബിളാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ വിചാരിക്കുന്നത്. ഞാൻ മുൻപ് എഴുതിയിട്ടുണ്ട്, അന്ന് എഴുതിയിരുന്നതാണിത്. ഓരോ പോർഷൻസ് എഴുതിയിട്ട് എത്ര ദിവസം വേണം ഓരോ പോർഷനും പഠിക്കാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഒരു ദിവസത്തെ ടൈം ടേബിൾ ഞാൻ ഫോളോ ചെയ്ത് അത് വൃത്തിക്ക് ഇപ്പുറത്തേക്ക് എഴുതിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നേരിട്ട് ടൈം ടേബിളിലേക്ക് വരാം. ഞാൻ വൈകി എണീക്കുന്നൊരു വ്യക്തിയാണ്. രാത്രി ഇരുന്ന് പഠിക്കും, രാവിലെ വൈകി എണീക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു 7 മണിക്കാണ് എൻ്റെ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 എന്നുള്ളത് 7:30 ആവാം. അതൊക്കെ നമ്മുടെ ഒരു സിറ്റുവേഷന് ഡിപ്പെൻഡബിളാണ്, ഓരോ ദിവസത്തിനും അനുസരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 7 എന്നുള്ളത് 1.5 ഒരു 6.5 മണിക്കൂർ കവർ ചെയ്യാൻ. അതിനിടയിൽ ബ്രേക്ക് ഉണ്ടാകും. ഈ ബ്രേക്ക് കൊടുക്കുന്നത് നമ്മൾ വൈകി തുടങ്ങുന്നതെല്ലാം തന്നെ നമ്മൾ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാറുണ്ട്. കാരണം ഇത് ഒരു 3:30 എന്നുള്ള 4, അത് നമ്മൾ ചില 3:45 തുടങ്ങാറുണ്ട്. അങ്ങനെ നമുക്ക് 1 മിനിറ്റ്, അതായത് ഒരു 5 മിനിറ്റ് നമ്മൾ വേസ്റ്റാക്കി പോയാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ട്രാക്കിലിരിക്കുന്ന ഒരു കുട്ടിക്ക് അത് ഇവിടെ ഫില്ല് ചെയ്യാൻ നമ്മൾ നോക്കും. കാരണം ആ ഒരു ടൈം പോലും വേസ്റ്റ് ചെയ്യരുത് എന്ന് മൈൻഡിലുണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, അപ്പോൾ 7 മുതൽ 1:30 വരെ ഒരു 6.5 മണിക്കൂർ അതിനിടയിൽ ബ്രേക്കൊക്കെ ഇടണം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാലും നമ്മുടെ മൈൻഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളിലേക്ക് കയറുന്നുണ്ടാവില്ല. ഓക്കെ, ഇതൊരു 1:30 to 2 വരെ ഒരു കഴിക്കാനുള്ള ഒരു സമയമാണ്. 2 to 3:30 എന്ന് പറയുന്നത് എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു PSC നടത്തുന്ന സമയത്ത് തന്നെ ഒരു എക്സാം ചെയ്തിട്ട് നോക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, 4 to 6 എന്ന് പറയുന്നത് 2 മണിക്കൂർ ഉണ്ടായിരിക്കും. അതിന് മലയാളമോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ GKയുടെ ബാക്കി പോർഷൻസോ പഠിച്ചു തീർക്കാനാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, 7 to 9, 6 to 7 അടുക്കളയിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവും. 7 to 9 2 മണിക്കൂർ മാത്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എഴുതാനോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സമയമാണ് 2 മണിക്കൂർ എന്ന് പറയുന്നത്. പിന്നെ 10 to 1 മണി വരെ 3 മണിക്കൂർ അല്ലെങ്കിൽ 1 എന്നുള്ളത് എൻ്റെ മാറാറുണ്ട് എപ്പോഴും. ചിലപ്പോൾ 12:30 ആവും, ചിലപ്പോൾ 2 മണി 2:30 ആവും പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ പോർഷൻസ് തീർന്നപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇത്ര മന്തിൽ എഴുതി തീർക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് സമയം എക്സ്റ്റെൻഡ് ആവും. ചില സമയത്ത് ഞാൻ റിവിഷനാണ് ചെയ്യാറ്. കഴിഞ്ഞ ദിവസത്തെയോ കഴിഞ്ഞ ഒരാഴ്ച പഠിച്ചതൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയം യൂസ് ചെയ്യാറ്. ഓക്കെ, ഇത് ടോട്ടലി ഇതിനു വേണ്ടി PSCക്ക് ഇരിക്കുന്ന ഒരാൾക്ക് യൂസ് ചെയ്യുന്ന ടൈം ടേബിളാണ്. ഇവിടെ വീട്ടിലെ അമ്മയൊക്കെ നമ്മളെ അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇത്രയും സമയം നമുക്ക് കൊടുക്കാൻ സാധിക്കും. 15-16 മണിക്കൂർ പറഞ്ഞാൽ വീട്ടിലൊരു ടെൻഷനും ഇല്ലാണ്ട് നമുക്കിരുന്ന് പഠിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു ടൈം ടേബിൾ. പക്ഷേ ഇപ്പം എനിക്കങ്ങനെ പറ്റില്ല, വീട്ടിലെ പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 11 മണിക്കൂറിൻ്റെ 6 മണിക്കൂറിൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ ദിവസത്തിനും വ്യത്യസ്ത അനുസരിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ അതാണ് ഫോളോ ചെയ്യാറ്. ഇത്രയും 15-16 മണിക്കൂർ ഇരിക്കാൻ സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ ഇരിക്കണം എന്നതിലും അല്ല കാര്യം, നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് പഠിച്ചു, അത് നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്തിട്ട് അത് പക്കയാക്കണം എന്ന രീതിയിലാണ് എന്നതിലാണ് നമ്മൾ എക്സാമിന് ഓക്കെ അത് ഉപയോഗപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതിൽ GK ഓക്കെ ഡെയിലി ഒരു എക്സാം അത് മസ്റ്റായിരുന്നു. എക്സാമിലൂടെയാണ് നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് യൂസ് ആവുന്നുണ്ടോ, എവിടെയൊക്കെ നമുക്ക് വീക്ക് ആവുന്നുണ്ടെന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ്, റിവിഷൻ. ഓക്കെ, ഇതെല്ലാം തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഡെയിലി ഇതെല്ലാം ചെയ്യാറുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. മലയാളമോ ഇംഗ്ലീഷോ മാത്സോ ഇത് വ്യത്യാസപ്പെടും. അത് ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസമേ മലയാളം നോക്കുകയുള്ളൂ, ചിലപ്പോൾ ഇംഗ്ലീഷ് 2 ദിവസമേ നോക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഒരു വീക്ക്ലി ടൈം ടേബിളിനനുസരിച്ച് കൂടി വ്യത്യസ്തപ്പെടും. ചിലപ്പോൾ ഒരു വീക്കിൽ GK എത്ര പോർഷൻ കവർ ചെയ്യുന്നു എന്നതിനനുസരിച്ച് ഇത് കമ്മിയാവും. ചില സമയത്ത് മാത്സിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. എക്സാമിനനുസരിച്ചിട്ടാണ് ഞാനിതൊക്കെ മാറ്റം വരും. ചില സമയത്ത് മാത്സിന് മാർക്ക് കമ്മിയാക്കിയാൽ അതിന് കൂടുതൽ ടൈം കൊടുക്കും. അങ്ങനെ ഓരോ പോർഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ടൈം ടേബിൾ. എനിക്ക് LDC റാങ്ക് ഇങ്ങനെ കിട്ടാൻ ഞാൻ യൂസ് ചെയ്ത ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഒരു ദിവസത്തെ ടൈം ടേബിളാണ്, വീക്ക്ലി ടൈം ടേബിൾ പിന്നെ പറയാം. അപ്പോൾ താങ്ക് യു.